ഒരു ബില്ല് അത് ബില്ലായിട്ട് വന്ന് നിയമമാകുന്നതിനിടയിലുള്ള പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതൊരു നിയമം കൊണ്ടുവരികയാണെങ്കിലും ആ നിയമത്തിലെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കണം? വെദർ ദിസ് ലെജിസ്ലേഷൻ ഈസ് നെസസറി ഓർ നോട്ട്. ഞങ്ങൾ പാസ്സാക്കുന്ന നിയമം ആവശ്യമുള്ളതാണോ അല്ലയോ? ഒരു നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നതാണ്. ഈ ബില്ലിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാകെ ഉപദ്രവങ്ങൾ ക്ഷണിച്ചു വരുത്താനും പരമ്പരാഗതമായ വഖഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കാനുമുള്ള ഗവൺമെൻറ് ദുഷ്ടലാക്കല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ പിന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ചീത്തവശം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ മറ്റൊരു വഖഫ് ഭേദഗതി അത് നോക്കിയാൽ മതി. അതായത് 2013. ആ 2013 ഭേദഗതി ഇന്ത്യയിലെ വഖഫിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശോഭനമായൊരു സംഗതിയാണ്. അതെങ്ങനെ ഉണ്ടായത്? അതുണ്ടായത് ഇവിടെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി നിയോഗിച്ച സച്ചാർ കമ്മിറ്റി, ആ സച്ചാർ കമ്മിറ്റി വസ്തുതകൾ ധാരാളമായിട്ട് നിരത്തി. ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ, എവിടെ ചെന്നാൽ കാര്യമായിട്ടൊരു ലൈറ്റില്ലാത്ത സ്ഥലമുണ്ടോ അത് മുസ്ലിം ഏരിയ ആയിരിക്കും. ചെമ്മണ്ണ് മാത്രമുള്ള റോഡുണ്ടോ അതങ്ങനെ ആയിരിക്കും. പഠന നിലവാരം എന്ത്, എത്ര കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്, ഉദ്യോഗസ്ഥർ എത്ര പ്രാതിനിധ്യമുണ്ട് എന്നൊക്കെ അവർ പഠിച്ചു. ആ പഠിച്ച രേഖ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായമായിരുന്നു വഖഫ് പ്രോപ്പർട്ടി. വഖഫ് പ്രോപ്പർട്ടിയെക്കുറിച്ച് വളരെ വിശദമായ ഒരു ഡോക്യുമെൻ്റ് തന്നെ സച്ചാർ കമ്മിറ്റി പുറത്തുകൊണ്ടു. അത് കൊണ്ടുവന്നപ്പോൾ പ്ലാൻ മേക്കേഴ്സിന്, ഭരണകർത്താക്കൾക്ക് ആധികാരികമായ ഒരു രേഖയായി. അത് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ അന്നത്തെ നിലവിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് ഒരു JPC രൂപീകരിച്ചു. ആ JPCയുടെ തലവൻ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്ന, ഇപ്പോഴും അത് ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിന് കുറച്ച് അസുഖമുണ്ട്, ഇപ്പോൾ റഹ്മാൻ ഖാൻ സാഹിബ്. ഞാൻ വളരെ ബഹുമാനിച്ച നേതാവാണ് അദ്ദേഹം. ഒരുപാട് സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. റഹ്മാൻ ഖാൻ സാഹിബ് ചെയർമാനായിട്ടുള്ള JPC നല്ല പഠനം നടത്തി വിശദമായി ചർച്ച ചെയ്ത് JPCയിലെ മെമ്പർമാർക്ക് വിശദമായിട്ട് സംസാരിക്കാൻ അവസരം കൊടുത്ത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ആ ഡോക്യുമെൻ്റിന് അപ്രോച്ച് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വഖഫിൻ്റെ ചരിത്രത്തിൽ വന്ന ഏറ്റവും നല്ല സംഗതിയായിരുന്നു അത്. അതെടുത്ത സമീപനം എന്താ അറിയുമോ നിങ്ങൾക്ക്? അതെടുത്ത സമീപനം ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ അന്യായമായി പിടിച്ചടക്കി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലീസിൻ്റെ പേരിൽ 100 രൂപ, 200 രൂപ, 500 രൂപ, 1000 രൂപ എന്നുള്ള കണക്കിലൊക്കെ തുച്ഛം പൈസക്ക് ലീസിന് കൊടുത്തിട്ട് അവർ അനധികൃതമായിട്ട് അതിൻ്റെ ഉടമസ്ഥന്മാരായിട്ട് മാറിയിട്ടുണ്ട്. മറ്റ് പല നിയമങ്ങളും ഇതിൻ്റെ കൂടെ കൂടിക്കൊഴിഞ്ഞതുകൊണ്ട് ഒഴിപ്പിച്ചെടുക്കാനുള്ള നടപടി അസാധ്യമായതുകൊണ്ട് ആ കാര്യത്തിൽ ഓവർ റൈഡിങ് പവർ ഈ വഖഫ് ആക്ട് തന്നെയാണെന്ന തീരുമാനം വന്നു. അതുമാത്രമല്ല സുഹൃത്തുക്കളെ, അത്ഭുതം, ഈ ശുപാർശ, JPCയുടെ ശുപാർശ ഭേദഗതി നിയമമായി പാർലമെൻറ്റിൽ വന്നപ്പോൾ ഒറ്റ മനുഷ്യൻ, ഇന്ത്യ മഹാരാജ്യത്ത് പാർലമെൻറ്റിലുള്ള ഒരു വ്യക്തി പോലും ഭിന്നാഭിപ്രായം പറയാതെ ഐക്യകണ്ഠേന ആ നിയമം പാസാക്കിയെടുത്തു.
ഒരു വഴി ഇവരുടെ ഒരു വഴിയും കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് അമ്പെടുത്ത സമീപന രീതിയും താരതമ്യപ്പെടുത്തേണ്ടതാണ്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ പാർലമെൻറ്റിൽ. ഗണഗംഭീരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. വിമർശനങ്ങൾ ചാട്ടുളി പോലെയുള്ള വിമർശനം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഭംഗിയായി ആ നിയമം പാസ്സാക്കിയെടുത്തു. ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ടാകും, ഇങ്ങനെ ഒരു സമീപനം എടുക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? എല്ലാവരും ഛിന്ന ഭിന്നമാക്കാനും അനൈക്യമുണ്ടാക്കാനും ശ്രമിച്ചു. പിന്നെ ഒരു കാര്യം കൂടി തോന്നി, ഈ ഇപ്പോഴത്തെ ഈ 2013 ഭേദഗതി ഇവിടെ നിന്നാൽ അന്യായമായി കയ്യേറ്റം ചെയ്ത ഭൂമി നാടുകൾ ഇറങ്ങിപ്പോറേണ്ടി വരും. ഏറ്റവും വലിയ എൻക്രോച്ചർ ഗവൺമെൻറ് തന്നെയാണ്. വഖഫ് സ്വത്തുക്കൾ ഏറ്റവും അധികം എൻക്രോച്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? സർക്കാർ തന്നെയാണ്. സർക്കാർ ഓഫീസുകൾ നിലനിൽക്കുന്നത് ഈ വിഭാഗത്തെ കൊണ്ടാണ്. അതുകൊണ്ട് ഇത് പൊളിക്കണം. ഇവരുടെ വിദ്യ ചെറുതല്ല. ഇവിടെ ശക്തമായി അടിത്തറ പാകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ശുപാർശയും പാർലമെൻറ്റ് ഒറ്റക്കെട്ടായി പാസാക്കിയ നിയമവും ആ നിയമത്തെ കയ്യും കാലുമില്ലാതെ വിട്ടുനുറുക്കണമെന്നായിരുന്നു BJPയുടെ ആദ്യത്തെ അജണ്ട. ഇനി ആ എൻക്രോച്ച് ചെയ്തവർക്ക് എന്ത് വേണം? BJP തീരുമാനിച്ചു, അനധികൃതമായി കയ്യേറ്റം ചെയ്ത് കൈവശം വെച്ച് സൂക്ഷിക്കുന്നവർ അവരുടെ ആ സ്വത്തിന് ഇല്ലീഗലായിട്ട് ഓക്യുപ്പേഷന് ശരിയായ വിധത്തിൽ അവർക്ക് വെള്ളപൂശി കൊടുക്കാൻ ഒരു നിയമം വേണം. ഇപ്പോഴത്തെ നിയമമായിട്ട് പോയി ശരിയാവില്ല. കയ്യേറ്റക്കാർക്ക് ആനുകൂല്യം കൊടുക്കുകയാണ്. ആനുകൂല്യം മാത്രമല്ല, അവകാശം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് താങ്കൾ മീറ്റിങ്ങിൽ കോഴിക്കോട് പറഞ്ഞത്. ഞങ്ങളുടെ നേതാവ് പറഞ്ഞു, കാവൽക്കാരൻ കയ്യേറ്റക്കാരനാകുക. ആ പൊളിറ്റിക്സാണ് BJP കളിച്ചത്. മാത്രമല്ല, ഈ നിയമത്തെ തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്ലോസുകൾ കൊണ്ടുവന്നു. ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം. വക്കീലന്മാർ ധാരാളം ഉണ്ട് ഇവിടെ. ഡിലീറ്റ് എന്ന് പറഞ്ഞു കുറേ ക്ലോസ് ഉണ്ട്. എന്താണ് അത്? റഹ്മാൻ ഖാൻ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ആ ഏറ്റവും പ്രായോഗികമായ ഒഴിപ്പിക്കൽ സംവിധാനം, അതുപോലെ സംഗതികൾ, അവയിലെല്ലാം ഉള്ള ക്ലോസ് വെട്ടി നുറുക്കി അവർ ആദ്യത്തെ വർക്ക് കഴിഞ്ഞു. അതുപോലെ മറ്റു പലതും ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ ഇത് കൊള്ളയടിക്കാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തു. മാത്രമല്ല, ഞാൻ ആലോചിക്കായിരുന്നു അതിൻ്റെ ഒരു അമെൻമെൻ്റ് ഉണ്ട്. വഖഫ് ആയിട്ട് അമുസ്ലിമായ ഒരാൾക്കും ചെയ്യാം. വെട്ടി ഈ നാട്ടിൽ ജീവിക്കുന്ന ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും നിൽക്കുന്ന ഈ രാജ്യത്ത് അത് എത്ര പേര് കൊടുക്കുന്നു, എത്ര പേര് കൊടുക്കാതിരിക്കുന്നു എന്നല്ല, അതിമനോഹരമായ സെക്യുലറിസത്തിൻ്റെ പ്രകാശഗോപുരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വകുപ്പ് അന്നത്തെ നിയമത്തിലുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്നത് എന്താണ്? കയ്യേറ്റക്കാർ, പ്രത്യേകിച്ച് സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അത് സർക്കാർ ഓഫീസായിട്ട് തന്നെ നിൽക്കും. അതിന് മുമ്പോ പിമ്പോ എന്ത് വന്നിരുന്നാലും അത് ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലാക്കി വെള്ളപൂശി കൊടുത്ത് അംഗീകാരം കൊടുക്കും. ബിഗ്ഗസ്റ്റ് എൻക്രോച്ചർ. അവർക്ക് ഭൂമി കിട്ടിയില്ലേ? ഒരു മെനക്കെടും കൂടാതെ ഒരുപാട് കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം അവർക്ക് പെട്ടെന്ന് കിട്ടാൻ അവസരമുണ്ടായി. അത് മാത്രമല്ല, അവർക്ക് കൊടുക്കുന്നത് ഒരു ചെറിയ അന്വേഷണം പോലും നടത്തിയിട്ടല്ല. ഹൈക്കോടതി പറഞ്ഞല്ലോ. ഹൈക്കോടതി എന്താ അപ്പം പറഞ്ഞത്? നിങ്ങൾ ഗവൺമെൻറ്റിനായിട്ട് തർക്കം ഉന്നയിച്ചാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിൻ്റെ കയ്യിലുള്ള ഭൂമി അത് ആദ്യമോ പിന്നെയോ വഖഫ് സ്വത്തായി വന്നാലും ആ തർക്കം വരുന്ന അന്ന് തൊട്ട് അത് വഖഫ് അല്ലാതാവും. കോടതി ചോദിച്ചു, എന്താണ് കാണിച്ചിട്ടുള്ളത്? എന്തിനാണ് അവർക്ക് കൊടുക്കുന്നതിന് തർക്കം വന്നാൽ അന്ന് മുതൽ പ്രാബല്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല.
വരുമായിരിക്കാം. അപ്പം എന്തുണ്ടായി? അതൊക്കെ കിട്ടാൻ നിൽക്കും. ഇനി കുറച്ചാളുകൾ ക്യൂലുണ്ട് ലിസ്റ്റായിട്ട്. അപ്പള്ളി, ഇപ്പള്ളി, ഈദ്ഗാഹ്, ഈ സംഗതി. അതിൻ്റെ കാര്യത്തിൽ എന്താണ്? തർക്കം ഉണ്ടായാൽ മതി. ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് തർക്കം ഉണ്ടായാൽ മതി. ഇത് ഞങ്ങളുടെ മുമ്പിയാണ്. തർക്കം ഉണ്ടായി ആരാ തീരുമാനിക്കുന്നത്? കളക്ടർ. ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു ഏകാധിപതി ഇത്രയും വൃത്തികെട്ട ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിലുള്ളത്. അപ്പം എന്താണ്? അന്നേ ദിവസം മുതൽ അവർക്കായി. പിന്നെയോ കുറച്ച് അതിൻ്റെ സ്കെൽട്ടൺ ബാക്കിയുണ്ട്. അത് പിടിക്കാൻ എന്താ വഴി? അതിന് മുമ്പ് തന്നെ തീരുമാനമെടുത്തു. ഇവിടെ പറഞ്ഞു, ഞാൻ വീട്ടിൽ പറയുന്നില്ല. അന്നെന്തായാലും ആ തീരുമാനം 5 കൊല്ലം പ്രാക്ടീസ് ചെയ്യണം. ആരോടാ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്? എങ്ങനെയാണ് കിട്ടുന്നത്? അവർക്കറിയാൻ കിട്ടില്ല ആ സ്വഭാവത്തിൽ. അതുകൊണ്ട് ആ വ്യാഖ്യാനം കൊണ്ടുവന്നു. മറ്റൊന്ന്, എത്രയോ കാലം മുമ്പ്, നമ്മുടെ വാപ്പപ്പാപ്പാരുടെ കാലത്ത് 500 കൊല്ലം ഒക്കെ മുമ്പ്, എത്രയോ മുമ്പ് വഖഫ് ചെയ്ത ഒരു ഭൂമി. അന്ന് ഇതേമാതിരി IT ഉണ്ടോ? കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടോ? ഒരു പ്രായം ചെന്ന ആൾ വാക്കാൽ പറഞ്ഞു, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാനിത് വഖഫാക്കുക. വഖഫാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് കൈവശമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, വാക്കാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. എത്ര കൊല്ലമായിട്ട് അതുണ്ട്. ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? അത് പോരാ. എവിടെയാ കടലാസ് കിട്ടുക? 500 കൊല്ലം 1000 കൊല്ലം മുമ്പ് കൊടുത്ത സംഗതി ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, അത് വേണം എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖയില്ലാത്തതിൻ്റെ പേരിൽ അത് പിടിച്ചെടുക്കാം. 5 കൊല്ലം കഴിഞ്ഞില്ലെന്ന് കാരണം പറഞ്ഞിട്ട് മറ്റത് പിടിച്ചെടുക്കാം. ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെന്ത് ചെയ്യുന്നു? ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ തന്നെ എന്തു ചെയ്യാം? അതിൻ്റെ നിയമസാംഗത്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു വഴി എന്താണ്? എല്ലാ അധികാരവും കലക്ടർക്ക്. വിധി നിർണായകത്തിൻ്റെ അധികാരം കലക്ടർക്ക് കൊടുത്തിട്ട് ജനാധിപത്യ സംവിധാനത്തിലൂടെയുള്ള എല്ലാ കാര്യങ്ങളും, സർവേ, അപേക്ഷ കിട്ടിയാൽ സ്വീകരിക്കുക, അതുപോലെ തന്നെ കയ്യേറ്റമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക, ഇങ്ങനത്തെ അത് മുഴുവൻ കാര്യങ്ങളും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. 1-2 വകുപ്പിൽ കലക്ടറെ താഴെയുള്ള അല്ലെങ്കിൽ മേലെയുള്ള ഒരു വകുപ്പ് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ രാജ്യത്തെ വഖഫ് ബോർഡും ട്രൈബ്യൂണലും വഖഫ് കൗൺസിലും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിയമമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര കാര്യങ്ങൾ. ഞങ്ങൾ MP-മാർ പാർലമെൻറ്റ് കാര്യം ചോദിച്ചു. നിങ്ങളിപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഇത് 2 അമുസ്ലിങ്ങളെയും ഒരു സ്ത്രീയെയും വേണം എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ചൊരു വാക്കുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് 35 ഇൻസ്റ്റിറ്റ്യൂഷണൽ പട്ടികയുണ്ട്. പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. ആ പട്ടിക എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് മതവിശ്വാസികളുടെ ട്രസ്റ്റുകൾ, മറ്റ് ഡീഡുകൾ, എൻഡോമെൻറ്റുകൾ ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്, മറ്റെല്ലാ വിഭാഗത്തിനുമുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ആ സ്ഥാപനങ്ങളിൽ അവരുടെ മതത്തിൽപ്പെട്ട അവരല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമെന്ന് ചോദിച്ചു. അപ്പം എന്താണ് ഇവിടെ ചെയ്യുന്നത്? അതിൽ കയറുക. എന്നിട്ടോ അവിടെ അമുസ്ലിം 2 വേണം. മുസ്ലിം എത്ര വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. മുസ്ലിം ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ അതിൻ്റെ ഘടന. അത് എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ടുള്ളവർ ബാക്കിയുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഡിഫൈൻ ചെയ്തത് 2 അമുസ്ലിങ്ങൾ വേണമെന്നാണ്. ആ സ്വഭാവത്തിൽ CEO ഒരു വഖഫിൻ്റെ CEO ആയിട്ട് ഒരു മുസ്ലിം അല്ലാത്തവൻ വന്നാൽ മുസ്ലിം സൈലന്മാരെ ഒന്നും ഞങ്ങൾ താഴ്ത്തി കെട്ടുന്നില്ല, അവർ ബുദ്ധിയുള്ളവരാണ്, വളരെ പ്രഗത്ഭരാണ്. പക്ഷേ ഏതെങ്കിലും ആർക്കും ഇല്ലാത്തൊരു നിയമം എന്തിനാണ് ഈ നാട്ടിലെ സാധുക്കളായ മുസൽമാന്മാരുടെ അവരുടെ അത്തരം സ്ഥാപനങ്ങളിൽ കൈയേറ്റം നടത്താൻ വേണ്ടി കൊണ്ടുവരുന്നത്? ഇത്തരം എല്ലാ കാര്യങ്ങളും അവസാനം ഒരു സങ്കടം കൂടി. മരിക്കുന്ന ആ വന്ന പ്രായമാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഞാനിത് വഖഫാക്കി നിൽക്കും, നിയ്യത്ത് ചെയ്ത് പോയാൽ ഇതിനൊരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരിക്കൽ വഖഫാക്കിയാൽ
ഫോർ എവർ അത് വക്കുമായിട്ട് നിൽക്കണമെന്നാണ്. ഇപ്പോഴത്തെ തീരുമാനം എന്താണ്? അങ്ങനെ നിയമം വഖഫ് ഉണ്ടാക്കിയ ഒരാൾ പോയാലും അവരുടെ പിന്തുടർച്ചക്കാരിൽ ഒരു പെൺകുട്ടിക്ക് എനിക്ക് എൻ്റെ സ്വത്ത് മടക്കി കിട്ടണമെന്ന് പറഞ്ഞാൽ ആ നിയമത്തെ വലിച്ചഴിച്ച് വീണ്ടും തെരുവിലേക്ക് കൊണ്ടുപോകാം. ആ സ്വഭാവത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ് ഈ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ അത്തരം നീക്കം വന്നപ്പോൾ നിങ്ങളുടെ പ്രതിനിധികളായ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിപക്ഷത്തിൻ്റെ രംഗത്ത് ഇന്ത്യ അലയൻസിൻ്റെ ചരിത്രത്തിൽ ഇത്ര യോജിച്ച ഒരാത്മാവ് പോലെ ഒരു ശരീരം പോലെ തിളങ്ങിയ മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലത്ത് കേസിൻ്റെ കാര്യമാവട്ടെ, ജനാധിപത്യ മതേതര സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യമാകട്ടെ, അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി നിർവഹിക്കും ഇൻഷാ അല്ലാഹ് എന്നും കൂടി നമ്മളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.